ഹായ് ഹലോ, നമുക്ക് രാവിലെ ഒരു വാളക്കരുവാട് കറി വയ്ക്കാം. അങ്ങനെ ഇന്ന് ചന്തയിൽ നിന്ന് വാളക്കരുവാടാണ് കിട്ടിയത്. അതിനെ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇട്ടേക്കുമ്പം അത് നല്ലവണ്ണം കോരും. അതിനുശേഷം അതിൻ്റെ ചുണ്ണാമ്പൊക്കെ കളഞ്ഞ് അതിൽ തക്കാളി, പച്ചമുളകും മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ട് നല്ലവണ്ണം അരച്ച് കറി വെച്ചു. പിന്നെ രാവിലെ അരി വെടിപ്പിലായി ചക്ക അവിക്കാൻ പോവുകയാണ്. അങ്ങനെ കുഞ്ഞൻ കുട്ടൻ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ചക്കരച്ചി കയ്യിലുണ്ട്. പിന്നെ അങ്ങനെ അരിയെല്ലാം വെന്തു, മീൻ കറി റെഡിയായി. ചക്ക അവിച്ചു കഴിഞ്ഞു. രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. പിന്നെ ഒരു ചെറിയ പൊതിച്ചോറും കൂടെ ഉണ്ട്, ചെറിയ രീതിയിൽ. അത് വേറെ കറികളായിരുന്നു, അതൊക്കെ വെച്ച് പൊതിച്ചോറ് കിട്ടി. പിന്നെ ഞാനിത് രാത്രി ചക്കയും വാളക്കരുവോട് കറിയും കൂടെ കഴിക്കുന്നതാണ്. ഇത് എൻ്റെ 2 സഹോദരന്മാരായ കൊച്ചുണ്ണിക്കും സനലിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവന്മാരോട് ഞാൻ വിളിച്ചിട്ടാണ് വന്നത്. ഞാൻ വാളക്കരുവോട് കറിയും ചക്കയും അവിച്ച് കഴിച്ച് നിങ്ങളെ കാണിക്കുമെന്ന്. അങ്ങനെ സഹോദരന്മാർ നിങ്ങളെ 2 പേർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അവരെന്നെ കാണുമ്പോഴൊക്കെ പറയും എൻ്റെ ചാളക്കരുവോടും വാളക്കരുവോടൊക്കെ കാണാറുണ്ടെന്ന്. അതിനെനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കേട്ടോ, ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാനിന്ന് അതിൻ്റെ ബാക്കിയുള്ളതാണ് പഴിഞ്ഞു കുടിച്ചത്. രാവിലെ കാപ്പി കുടിച്ചില്ല. ഇത് ഇന്നത്തെ ആയിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ ചക്കയും ചോറെന്നാൽ പഴിഞ്ഞ ചോറാണ്. പഴിഞ്ഞ ചോറ്, ഇഞ്ചി, നാരങ്ങ, ഇന്നലത്തെ മീനിൻ്റെ കരുവോടിൻ്റെ ബാക്കി എല്ലാം കൂടെ ഇട്ട് രാവിലെ ഒരു അടിപൊളി പഴങ്കഞ്ഞി കുടിയാണ്. ഞങ്ങളിവിടെ പഴിഞ്ഞു കുടിയെന്നാണ് പറയണത്. അങ്ങനെ രാവിലെ ഒരു പഴങ്കഞ്ഞി കുടിയാണ്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. ഇതുപോലെ എല്ലാവരും പഴഞ്ഞിയും കുടിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഈ പയ്യനുണ്ടല്ലോ, ഇപ്പം അങ്ങ് ഭയങ്കര ഡീസൻ്റായിപ്പോയി. ആളിൻ്റെ ഡാൻസും പാട്ടും കൂത്തും എല്ലാം മതിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന കാര്യങ്ങൾ പറയണതാണ്. എല്ലാ വീഡിയോയും കാണാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ 2ആയിട്ട് വരണതെന്നൊക്കെയാണ് എൻ്റെ കൂടെ ചോദിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അവനെയും കൂടി 2ആക്കണമെന്നൊക്കെ എൻ്റെ ഒന്ന് പറഞ്ഞു. അവനെയും കൂടി ഡബിൾ റോളിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് എൻ്റെ അനിയത്തിയാണ് കണ്ട, അവനെ കൂടി ഡബിൾ റോൾ ആക്കണമെന്നാണ് പറയണത്. അങ്ങനെ ഇപ്പം പാട്ടും കൂത്തുമൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം പറയാണ് ഞാൻ വയസ്സായി, പ്രായമായില്ലേ, അതുകൊണ്ട് ഇനി പാട്ടും കൂത്തുമൊന്നുമില്ല. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പോലും അവന് പ്രായമായില്ല. ഇപ്പം 1 മാസത്തിന് ശേഷമാണ് അവൻ വയസ്സായി എന്നൊരു തോന്നലുണ്ടായത്. അങ്ങനെ അവൻ്റെ ഒരു ചെറിയ ലീലാവിലാസമാണ്. ഒന്നും കാണിക്കില്ല കേട്ടോ, വെറുതെ നമ്മൾ കാര്യം പറഞ്ഞാണ്. വീഡിയോയിലെ കഥകളൊക്കെയാണ് പറഞ്ഞത്. എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കണ്ടിട്ട് എല്ലാ വീഡിയോയും കാണുകയും ചെയ്യും. നാട്ടുകാരെ മൊത്തം നടന്ന് കാണിക്കുകയും ചെയ്യും കേട്ടോ. ലതികാസ് ബ്ലോഗിനെ കണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ചോദിച്ചുണ്ടാക്കും. അങ്ങനത്തെ ഒരു പയ്യൻസാണ് ഈ കക്ഷി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത എൻ്റെ ഒരു സാഹസികതയാണ്, നിങ്ങളതും കൂടെ കാണൂ. ഇതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് വയ്യ, വെട്ടിത്തളർന്നു. അങ്ങനെ ഞാൻ നമ്മാട്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവേണം. മൺവെട്ടി ഉപേക്ഷിക്കുകയാണ്. നമ്മാട്ടി എന്നൊക്കെ ഞങ്ങൾ എളുപ്പത്തിൽ പറയാണ്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.